Hi everyone, Assalamu alaikum. This is Bichu Fahima here. Welcome back to another video. ഇന്നത്തെ ഒരു ഫേവൽ വ്ളോഗാണ്. ഹസ്ബൻഡിൻ്റെ ബ്രദറിന് മോന് ദുബായിൽ നിന്ന് വന്നിട്ട് തിരിച്ചു പോകുന്ന ഡേയുള്ള ലൻസീനും ഫേമസ് ഐസ്ക്രീം ബ്രാൻഡ് അരുൺ ഐസ്ക്രീം റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഐസ്ക്രീം കേക്ക് റിവ്യൂ, പിന്നെ പാർട്ടിക്കെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി ചിക്കൻ ഫ്രൈ റെസിപ്പി കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ കീപ് വാച്ചിങ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് സിമ്പിൾ മെനു ആണ്. ബ്രദറിൻ്റെ മോന് റിസ്വാൻ എന്നാണ് പേര്. റിസ്വാൻ്റെ ഫേവറേറ്റ് മുട്ടമാലയും ചെമ്മീൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. മുട്ടമാല ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കി. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തതാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വെറും 2 ഇൻഗ്രീഡിയൻസ് ആയ മുട്ടയും പഞ്ചസാരയും മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന എവർഗ്രീൻ ഹിറ്റായിട്ടുള്ള ഡെസേർട്ടാണ് മുട്ടമാല. കുറച്ച് ടിപ്സ് കറക്റ്റ് ഫോളോ ചെയ്താൽ ആർക്കും ഉണ്ടാക്കി പാർട്ടിക്കെല്ലാം സ്റ്റാർ ആവാൻ പറ്റും. അത് കഴിഞ്ഞ് രാത്രി തന്നെ ഫ്രൈ ചെയ്യേണ്ട ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം 1.5 കിലോ വെയിറ്റുള്ള ചിക്കനാണിത്. ഇത് ലഗൂൺ ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുത്ത ചിക്കനാണിത്. നിങ്ങൾ ബ്രോയിലർ ചിക്കൻ എടുക്കുന്നതാണെങ്കിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് മാരിനേഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ മാരിനേഷന് വേണ്ടിയിട്ട് ഒരു മിക്സറിലേക്ക് 10 ചെറിയുള്ളിയും, ഒരു വലിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും, 10 വെളുത്തുള്ളിയും, 1.5 ടീസ്പൂൺ വലിയ ജീരകവും, കുറച്ച് കറിവേപ്പില ചേർത്ത് ജസ്റ്റ് വെള്ളമൊന്നും ചേർക്കാണ്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് ചിക്കനിലേക്ക് ഇട്ട് കൂടെ തന്നെ 3.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാലയും, 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും, ഒരു ചെറുനാരങ്ങൻ്റെ നീരും, ഒരു മുട്ടയും, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി ഇതിൽ കംപ്ലീറ്റ് മിക്സ് ചെയ്ത് ചിക്കനിലേക്ക് മാരിനേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ആഡ് ചെയ്യണം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഓവർനൈറ്റ് ആണ് വെക്കുന്നത്. മിനിമം ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ വെച്ചാലും മതി. കൂടുതൽ വെച്ചാൽ ചിക്കനിലേക്ക് നന്നായിട്ട് മസാല പിടിക്കും. നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുള്ള എളുപ്പത്തിന് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ 1 കിലോ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞ് ബിരിയാണി ഉണ്ടാക്കാൻ ഇറങ്ങി. ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. മസാലയും റൈസെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ചൂടിൽ തന്നെ ദം ചെയ്തെടുക്കുന്നതാണ്. ഈ ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയും ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ആയതുകൊണ്ട് തന്നെ ചെമ്മീൻ ബിരിയാണിക്ക് ഫാൻസ് കൂടുതലാണ്, പ്രത്യേകിച്ചും സീ ഫുഡ് ലവേഴ്സ്. ഇനി ഈ ബിരിയാണി ദം ചെയ്യുന്ന സമയം കൊണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ഒരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ ഫ്രൈ വെളിച്ചെണ്ണയിൽ പൊരിച്ചാലാണ് കൂടുതൽ ടേസ്റ്റ്, അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. ഞാനിത് ഓൾറെഡി കുക്ക് ചെയ്തെടുത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും ജസ്റ്റ് ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കുന്നതാണ്. നിങ്ങൾ വേവിക്കാണ്ട് ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പൊരിഞ്ഞു വരുമ്പോൾ ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും സ്ലിറ്റ് ചെയ്ത പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ കംപ്ലീറ്റ് പൊരിച്ചെടുത്ത ശേഷം കറിവേപ്പിലയും പച്ചമുളകും പൊരിച്ചെടുത്ത് ചിക്കനിലേക്ക് മിക്സ് ചെയ്താലും മതി. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഓയിലിനെടുത്ത് മാറ്റാം. അപ്പോഴത്തേക്ക് ബിരിയാണി അടിപൊളിയായിട്ട് ദം ആയിട്ടുണ്ട്. ചട്നി അച്ചാറെല്ലാം ഓൾറെഡി മമ്മി സെറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാം റെഡി ആയപ്പോൾ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്ത് കഴിക്കാണ്. ഈ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ, ട്രൈ ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ക്രിസ്പി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണിത്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ഈ ഒരു പൊടിയോട് കൂടെ തന്നെ വേണം കഴിക്കാൻ. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ്. ഫുഡ് സെർവ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, ഈ ഒരു കേക്ക് ഇത് അരുൺ ഐസ്ക്രീം റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്ത ഐസ്ക്രീം കേക്കാണ്. അരുൺ ഓൾറെഡി കുറേ ബ്രാഞ്ചസ് ഉണ്ട്. നല്ലൊരു യുണീക്ക് ടേസ്റ്റാണ് അവർ ഐസ്ക്രീംസ് ഒക്കെ. ഞാനിത് വാങ്ങിയത് ക്രിക്കറ്റ് സ്റ്റേഡിയമിൻ്റെ അടുത്തുള്ള തലശ്ശേരി ഔട്ട്ലെറ്റിൽ നിന്നാണ്. ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ ഒരു ബോർഡ് കണ്ടപ്പോഴാണ് അവർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അറിഞ്ഞത്. അങ്ങനെ ഈ റിച്ച് ചോക്ലേറ്റ് കേക്ക് കണ്ടിട്ട് ടെംപ്റ്റ് ആയിട്ട് കയറിയപ്പോൾ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. പക്ഷെ അവർ ഏറ്റവും പുതിയ ലോഞ്ചായ ബട്ടർ സ്കോച്ച് ഉണ്ട് പറഞ്ഞപ്പോൾ അത് വാങ്ങി. എഗ്ലെസ് കേക്കാണ്. സ്വതവേ അധികം ആൾക്കാർക്കും ഓവർലോഡഡ് ആയിട്ടുള്ള ക്രീം അത്ര ഇഷ്ടാവില്ല കേക്കിൽ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ കേക്കാണിത്. നോർമൽ വാനില കേക്ക് ബേസിൻ്റെ മേലായിട്ട് ഈ ബിഗ് ലെയർ കംപ്ലീറ്റ് ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാണ്. ഐസ്ക്രീമിൽ കുറേ നട്ട്സും ഉണ്ട്. ഈ ചെറിയൊരു ടോപ്പ് ലെയർ മാത്രമാണ് വിപ്പിംഗ് ക്രീം ഉള്ളൂ. കേക്കിൽ മൊത്തം നട്ട്സ് ആയതുകൊണ്ട് തന്നെ കടിച്ചുകൊണ്ട് തിന്നാൻ പറ്റും. ബദാം, പിസ്റ്റാഷ്യോ ആണ് സൈഡിലും ടോപ്പിങ്ങിലെല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് ആൻഡ് ഐസ്ക്രീം ഒരുപോലെ ഇഷ്ടമുള്ള ആൾക്കാർ, എസ്പെഷ്യലി ബട്ടർ സ്കോച്ച് ലവേഴ്സ്, എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ആകെ കേക്കിൻ്റെ ബേസിൻ്റെ ക്വാളിറ്റി മാത്രമാണ് കുറച്ച് ആവറേജ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഏതൊരു പാർട്ടി കഴിഞ്ഞാലും ഡിഷ് വാഷർ ഒരു ലൈഫ് സേവറാണ്. അങ്ങനെ ഈവനിങ് ചായ എല്ലാം കുടിച്ചിട്ടാണ് നമ്മൾ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണെന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നത് വരെ കീപ് വാച്ചിങ്. ബൈ.